ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വദനാർബുദത്തിനെതിരെ സംസ്ഥാന വ്യാപക പദ്ധതിക്ക് തുടക്കമായി. വദനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി സമയബന്ധിത ചികിത്സ ഉറപ്പാക്കി മരണനിരക്കും ഗുരുതര പ്രത്യാഘാതങ്ങളും കുറയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് വദനാർബുദ വ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ കേരളം മുഴുവൻ പ്രവർത്തിക്കുന്ന ഏകദേശം 7000 ഡെന്റൽ ക്ലിനിക്കുകൾ പ്രാഥമിക കണ്ടെത്തൽ കേന്ദ്രങ്ങളായി മാറും. ഇതിനായി പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ, ദീർഘദൂര ലോറി ഡ്രൈവർമാർ, കുടിയേറ്റ തൊഴിലാളികൾ എന്നിവരിൽ രോഗവർധന ആശങ്കാജനകമാണ്. വായിൽ ഭേദമാകാത്ത മുറിവുകൾ, ചുവപ്പോ വെള്ളയോ പാടുകൾ, അസാധാരണ വളർച്ചകൾ, വേദന, രക്തസ്രാവം, വായ് തുറക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡെന്റൽ പരിശോധന നടത്തണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സമീപത്തുള്ള ഡെന്റിസ്റ്റുകളെ കണ്ടെത്താൻ സഹായിക്കുന്ന IDA സ്പർശ് വെബ്സൈറ്റ് പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കും. പ്രശസ്ത അർബുദ വിദഗ്ധൻ VP ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും പ്രസിഡന്റ് ഡോക്ടർ ഈപ്പൻ തോമസ്, സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് V നായർ തുടങ്ങിയ ഭാരവാഹികൾ അറിയിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ക്യാൻ തൃശ്ശൂർ എന്നുള്ള പദ്ധതി വെച്ചിട്ട് നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ സ്ക്രീനിങ് നടത്തിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള വളർച്ചയാണ് കാണുന്നത്. ക്യാൻസർ രോഗികളുടെ കൂടുതലായിട്ടുള്ള കാണുന്നത്. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് പോവാണ് പലരും. വായിലൊരു ചെറിയ വെളുത്ത പാട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അതൊരു ക്യാൻസറിന്റെ ലക്ഷണമാണ്.